ഇറാൻ യുഎസ് സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ ഇപ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ഇടപെടൽ ശക്തമാകുന്നു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് പിന്നാലെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിലെ പ്രതിരോധകാര്യ സെക്രട്ടറി ഖാദിർ നെസാമിപൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി തന്നെ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയെന്ന് വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൂടിക്കാഴ്ചയിൽ മേഖലാ സുരക്ഷ, ഇന്ത്യ ഇറാൻ ബന്ധം, ബ്രിക്സ് സഹകരണം എന്നിവ പ്രധാന ചർച്ചാ വിഷയമായതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇന്ത്യ ആരുടെയും ഭാഗത്ത് അവിടെ നിലനിൽക്കുമെന്നതിൽ ശക്തമായ ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇറാനുമായി കൂടുതൽ ബന്ധം ശക്തമാക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവിനെയും ഈ അവസരത്തിൽ ഇവിടെ എടുത്തു പറയേണ്ടതും അനിവാര്യമാവുകയാണ്. ഇന്ത്യ അവിടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ബ്രിക്സ് സുരക്ഷാ ഉച്ചകോടിക്കായി തന്നെ ലോകത്തെ പ്രമുഖ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ എത്തിയിരിക്കുന്നുവെന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിർണായക കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത്. ഭീകരവിരുദ്ധ സഹകരണം, സൈബർ സുരക്ഷ, ഊർജ്ജ സുരക്ഷ, പശ്ചിമേഷ്യയിലെ സ്ഥിരത തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യ കൂടുതൽ സജീവ പങ്ക് വഹിക്കുമെന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു മുൻപേ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയും അതേപോലെ തന്നെ ഇവർ പ്രത്യേകമായൊരു ചർച്ച ഇരു നേതാക്കളും തമ്മിൽ നടത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം, ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം, ബ്രിക്സ് വേദിയിലെ സഹകരണം എന്നിവ അവലോകനം ചെയ്യുന്നതായാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പുതിയ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്ത് നടന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യമുണ്ട് എന്നതാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ ശക്തമാക്കുന്നുവെന്ന സന്ദേശമാണ് ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്നത്. ബ്രിക്സ് വേദിയിൽ ഇന്ത്യയുടെ നയതന്ത്ര ശക്തി ഇവിടെ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ ഉന്നത സുരക്ഷാ പ്രതിനിധിയുമായി തന്നെ മോദിയുടെ നിർണായക കൂടിക്കാഴ്ച ആഗോള ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം അമേരിക്കൻ സെനറ്റിൽ നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ ഇറാൻ യുഎസ് യുദ്ധത്തെ തുടർന്നുകൊണ്ടുള്ള കാര്യങ്ങളുമായി തന്നെ ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇറാനെതിരായ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുദ്ധാധികാര പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥകൾക്കിടയിൽ തന്നെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയുമാണ് ഈ തീരുമാനം ചെയ്തിരിക്കുന്നത്. 48-നെതിരെ 50 വോട്ടുകളാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ശ്രദ്ധേയമായ കാര്യം, അവിടെ ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 4 സെനറ്റർമാർ കൂടി പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നതാണ്. ഇതോടുകൂടി തന്നെ ഇറാനെതിരെ സൈനിക നടപടി തുടരണമെന്ന നിലപാടാണ് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പ് ഉയർന്നു വരുന്ന സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതിയില്ലാതെ പ്രസിഡന്റിന് യുദ്ധ നടപടികൾ വ്യാപിപ്പിക്കാൻ പാടില്ല എന്ന നിലപാടാണ് പ്രമേയത്തിന് പിന്നിൽ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിൽ കൂടുതൽ സംഘർഷം ഒഴിവാക്കണമെന്നും നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന അല്ലെങ്കിൽ മുൻഗണന നൽകണമെന്നതുമാണ് ഈ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് സെനറ്റർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.